ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി. സദ്യക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പരിപ്പ് കറിയിൽ അങ്ങനത്തെ ഒരു പരിപ്പ് കറി, നല്ല യമ്മി ആയിട്ടുള്ള ഒരു പരിപ്പ് കറി. ഓക്കെ, അതിനായിട്ട് ഞാൻ 1 കപ്പ് മൂങ്ദാൽ അല്ലെങ്കിൽ പരിപ്പ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നു. കുറച്ച് ടർമറിക് പൗഡർ, ഓക്കെ, മഞ്ഞൾപ്പൊടി, അത് 1/4 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ആദ്യം ഇതൊന്ന് വറുത്തിട്ട് നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ. ഓക്കെ, പിന്നെ വേണ്ടത് തേങ്ങ, 2 ഗാർലിക്. ഒക്കെ ഞാൻ 1 കപ്പിന് ഒരു 2 വലിയ കഷ്ണം ഗാർലിക് എടുക്കണം. ഓക്കെ, പിന്നെ 2 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, 1 ടീസ്പൂൺ ടർമറിക് പൗഡർ. ഓക്കെ, ഇത്രയും സാധനങ്ങൾ, പിന്നെ കുറച്ച് കറി ലീഫും. ഇത്രയും സാധനങ്ങൾ ഇത് ഗ്രൈൻഡ് ചെയ്യാനുള്ളത്. ഓക്കെ, തേങ്ങ, ഗാർലിക്, ടർമറിക് പൗഡർ, ക്യുമിൻ പൗഡർ ആൻഡ് കറി ലീഫ്. അപ്പോൾ ആദ്യം ഞാൻ തേങ്ങ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 1/4 കപ്പ് ഉണ്ട്. ഓക്കെ, 1 കപ്പ് പരിപ്പിന് 1/4 കപ്പ് ഓളം തേങ്ങ വേണം. ഓക്കെ, 1/4 കപ്പോളം തേങ്ങ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഒക്കെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ അരയ്ക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്കിതൊന്ന് പരിപ്പൊന്ന് വറുത്തെടുക്കണം. ഓക്കെ, അതിനായിട്ടൊരു പാത്രം ഞാൻ വെച്ചിട്ട് ചൂടാകുമ്പോൾ നമുക്ക് പരിപ്പ് ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കാം. ഇപ്പം പാത്രം ചൂടായിട്ടുണ്ട്. പരിപ്പില്ല, ഞാൻ 1 കപ്പ് പരിപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് വറുത്തെടുക്കണം. ഓക്കെ, നന്നായിട്ട് വറുത്തെടുക്കണം. ഓക്കെ, നന്നായിട്ട് വറുക്കാൻ മീൻസ് ഒരു നല്ല മണം വരും. ഈ പരിപ്പ് വറുത്തൊരു മണം പോലെ ഇങ്ങനെ എടുക്കാം. നമുക്ക് ഓഫ് ചെയ്യാം. വറുക്കുമ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, കഴിയാതെ തീയൊക്കെ കുറച്ച് വെച്ചിരുന്നാൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കൊക്കെ ഒരു ചെറിയ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അങ്ങനെ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നിച്ചെടുത്തിട്ടൊന്ന് കടിച്ച് നോക്കും. അപ്പോൾ നന്നായിട്ട് വറുത്ത ഒരു ടേസ്റ്റ് വരും പരിപ്പിനൊക്കെ. ശരിക്കും ഇതിങ്ങനെ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു മണം വരും, വറുത്ത മണം. ഓക്കെ, നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഈവനായിട്ട് വറുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്ന നന്നായിട്ട് വറുത്ത് വരും. ഓക്കെ, ഇപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, നിങ്ങൾക്കിപ്പോൾ പച്ചവെള്ളമോ അല്ലെങ്കിൽ ഞാൻ ചെറിയ ചൂടുവെള്ളം വെള്ളം ഒഴിച്ച് കൊടുത്ത് നിന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് തിളച്ച് വരുമ്പം കുറച്ച് ടർമറിക് പൗഡറും സാൾട്ടും ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ഇത് അടച്ച് വെച്ചേക്കുക. അടച്ച് വെച്ചിട്ടും തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് ടർമറിക് പൗഡറും സാൾട്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിനെ പയർ വേവിച്ചെടുക്കണം. ഓക്കെ, ഇത് ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ടർമറിക് പൗഡർ 1/4 ടീസ്പൂൺ. ഓക്കെ, അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് സാൾട്ട് കൂടെ ഇട്ട് കൊടുക്കാം. അടച്ച് വെച്ചേക്കാം. എനിക്കിപ്പം വെള്ളം എന്തെങ്കിലും കുറവാണെന്ന് തോന്നുന്നത് കുറച്ച് ചൂടുവെള്ളം, ചെറിയ ചൂടുള്ള വെള്ളമൊക്കെ ആഡ് ചെയ്യുക. ഓക്കെ, ഞാൻ കുറച്ചുകൂടി വെള്ളത്തിനകത്ത് ഒഴിച്ച് കൊടുത്തു. ഇത് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം ചെറുതായിട്ട് ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് സാൾട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കും. പരിപ്പ് റെഡിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് തേങ്ങയൊക്കെ അരച്ചിട്ട് വരാം. ഓക്കെ, ഈ ഗാർലിക്ക് നന്നായിട്ട് അരയണം കേട്ടോ. അപ്പം ഞാനിത് അരച്ചിട്ട് വരാം. ഈ ഗാർലിക്കും കറി ലീഫും ഒക്കെ അതിനകത്ത് അങ്ങ് അരച്ച് ചേർക്കണം. ഓക്കെ, അപ്പോഴേ ഒരു നല്ല ടേസ്റ്റ് വരുന്ന പരിപ്പ് കറിക്ക്. അരപ്പ് ഞാൻ ഇതേപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. കറി ലീഫൊക്കെ തന്നെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ചെറിയ ഗ്രീൻ കളർ കിടക്കുന്നുണ്ട്. കറി ലീഫ്, ഗാർലിക് എല്ലാം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. തേങ്ങ അത് നന്നായിട്ട് അരയണം. ഓക്കെ, എല്ലാം നന്നായിട്ട് അരയണം. തോരൻ്റെ കൂട്ടൊന്നും അരയ്ക്കുന്നതല്ല. പരിപ്പ് വെച്ചാൽ നന്നായിട്ട് അരിഞ്ഞതിനകത്ത് മിക്സ് ആവണം. ഈ പരിപ്പ് വെന്ത് വരുമ്പോൾ അതുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരപ്പ് അരച്ച് വെക്കുക. നമുക്കിതെടുത്ത് നോക്കാം. ഓക്കെ, ഫ്ലെയിം കുറച്ച് വെച്ചേക്കുക. ഇതുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മറ്റേ പയർ പോലെ ഉണ്ട്, പൊടഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ എനിക്കിപ്പോഴാണെങ്കിൽ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ അറിയാം നന്നായിട്ട് ഉടഞ്ഞു പോകും കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നമുക്കിത് ഇതിനകത്തോട്ട്
ഫ്ലെയിം വെക്കണ്ട. ഓക്കെ, നമുക്കൊന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. ഓക്കെ, അരപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. ഓക്കെ, ഈ അരപ്പ് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി നമ്മളിങ്ങനെ തിളപ്പിക്കണ്ട കേട്ടോ. ജസ്റ്റ് ചൂടാക്കിയിട്ട് നമുക്കിതിങ്ങ് ഓഫ് ചെയ്യാം. അരപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഓക്കെ, തിളപ്പിക്കണ്ട. ഈ അരപ്പിട്ടിട്ട് പിന്നെ ഇതിനെ തിളപ്പിക്കണ്ട. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അരപ്പിട്ടു, അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ഓഫ് ചെയ്യാൻ പോവാം. ഓക്കെ, ഇപ്പം നല്ല അടിപൊളിയായിട്ടുള്ള പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. സദ്യക്കൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ പരിപ്പ് കറി ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ പരിപ്പ് ഉണ്ടാക്കുമ്പം തിളപ്പിക്കാതെ എടുക്കുക. ഓക്കെ, അപ്പോൾ നല്ല നമ്മുടെ ട്രഡീഷണൽ സദ്യ പരിപ്പ് കറി പോലെ ഇരിക്കും. ഓക്കെ, അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, നിങ്ങളിങ്ങനെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ശരിക്കും സദ്യക്ക് കഴിക്കുന്ന പരിപ്പ് കറിയുടെ ടേസ്റ്റ് വരും. ഓക്കെ, ചോറൊക്കെ എടുത്തിട്ട് എനിക്ക് പരിപ്പ് കറിയും പപ്പടവും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചിലർക്കൊക്കെ ഇഷ്ടമായിരിക്കും പരിപ്പും പപ്പടവും കൂട്ടി കഴിക്കാനൊക്കെ. ഞാൻ കുറച്ച് കറി എടുത്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നല്ലേ. ഞാൻ കുറച്ചിങ്ങനെ ഒഴിച്ചു. ഇതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു. ഓക്കെ, ഞാൻ കുറച്ച് പരിപ്പ് ഒഴിച്ചു, അതിനകത്ത് നെയ്യ് ഒഴിച്ചു. ചൂട് പരിപ്പിലുണ്ട്, നെയ്യ് മെൽറ്റ് ചെയ്യുന്നില്ലേ. ഇനിയിപ്പോൾ ഞാൻ പപ്പടവും കൂടെ കൂട്ടിയിട്ട് ഒന്ന് കഴിച്ച് നോക്കട്ടെ. ഓക്കെ, നന്നായിട്ടുണ്ട്. നല്ല പരിപ്പ് കറി. ഓക്കെ, എനിക്ക് ശരിക്കും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അപ്പോഴ് ടേസ്റ്റി പരിപ്പ് കറി. നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെയൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് അതൊത്തിരി തിളപ്പിക്കുക, അരപ്പിട്ടിട്ട് തിളപ്പിക്കാതൊക്കെ ഇട്ട് നല്ല യമ്മി ആയിട്ടുള്ള നിങ്ങൾക്കൊക്കെ സദ്യക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പരിപ്പ് കറി റെസിപ്പി. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. Thanks for watching. See you next week. Bye.